ഹായ്, നമസ്കാരം. അങ്ങനെ ലാലേട്ടന്റെ തുടരും സിനിമ കാണാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് വന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 3-4 കൊല്ലമായിട്ട് ലാലേട്ടൻ ഒതുങ്ങി നിന്നതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തന്നിട്ടുണ്ട് എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അതായത് 2.25 മണിക്കൂറോളം ഇരുന്ന സിനിമയില് ഒരു 40 മിനിറ്റ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഫാമിലി ഡ്രാമ ആയിട്ടാണ് പോകുന്നത്. ഒരു അരമണിക്കൂർ എത്തുമ്പോൾ തന്നെ ഒരു 3 സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ പതിയെ നല്ല രസത്തിൽ പോകുന്ന സിനിമ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇൻസിഡന്റോട് കൂടി തുടങ്ങി. ഇന്റർവെൽ ആകുമ്പോൾ ഒരു ട്വിസ്റ്റിൽ എത്തി നിൽക്കുകയാണ് സിനിമ. പിന്നെ അവിടെ നിന്ന് സിനിമ കത്തി കയറുകയാണ് സിനിമ ചെയ്യുന്നത്. സ്റ്റോറി എന്ന് പറയാനാണെങ്കിൽ അതൊരു സിമ്പിൾ സ്റ്റോറിയാണ്, നമുക്കെല്ലാം അറിയുന്ന ഒരു സ്റ്റോറികൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് എടുത്തിരിക്കുന്ന രീതിയും ആണ് ഇതിന്റെ പ്രത്യേകത. പലരും പറയാറുണ്ട് ലാലേട്ടന് പണി അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വേറെ ലെവലായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എനിക്ക് സത്യം പറഞ്ഞ സിനിമ കണ്ട മനസ്സിലായി. കാരണം പണ്ട് നമ്മൾ കണ്ട സിനിമകളിൽ കണ്ട ലാലേട്ടന്റെ ഓരോ ഫ്രെയിംസും അല്ലെങ്കിൽ ഓരോ എന്താ പറയാ ഓരോ ആക്ഷൻസും ഇതില് പല സ്ഥലങ്ങളായിട്ട് വരുന്നുണ്ട്. അതായത് കോമഡി ചെയ്യുന്ന രംഗങ്ങളായാലും എന്താ പറയാ സോങ്സിലെ ഓരോ സീനുകളായാലും ആ കുട്ടിത്തം പറഞ്ഞ ഓരോ പരിപാടികളും. പിന്നെ എന്താ പറയാ, പിന്നെ അധികം പറയുന്നില്ല. അധികം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് നിങ്ങൾക്കൊരു ഇതാവില്ല. അതായത് ഈ പടത്തിന്റെ ഒരു ഫുൾ ഫ്ലോ പോകുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലാണ്. അതുപോലെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ലാലേട്ടൻ ഇപ്പൊ താടി വെക്കാൻ തുടങ്ങിയപ്പോ എന്താ പറയാ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല, അതുപോലെ പഴയ പോലെ അഭിനയം വഴങ്ങുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെ പറയുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണത്. ഇതിലെ ആളുകളിൽ വന്നു പോകുന്ന ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ട 80s 90s തൊട്ട് ഉള്ള സിനിമകളിലെ പല ഭാവങ്ങളും പുള്ളിയുടെ മുഖത്ത് വന്ന് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സദ്യത്തിലെ, അത് ട്രെയിലറിലുള്ളതാണ്, സദ്യത്തിലൊരു ചിരിക്കുന്ന ഒരു സീൻ. അതുപോലെ അങ്ങനെ പല പല സീനുകളും. അതുപോലെ തന്നെ കുറെ ലാലേട്ടന്റെ സിനിമകളിൽ തന്നെ ഉണ്ടായ ഡയലോഗ്സ്, അതായത് സ്പൂഫ് ഡയലോഗ്സ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ തന്ത്രപൂജിതമായിട്ട് വളരെ രസത്തിലാണ് വന്നിരിക്കുന്നത്. പല സിനിമകളിൽ അത് കുറച്ച് ഓവറായിട്ട് വന്നിട്ടുണ്ട് മുമ്പൊക്കെ. അതൊക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഞ്ഞി എടുക്കട്ടെ മാണിക്ക, അതുപോലെ പിന്നെന്താ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ പറയുന്ന സീനുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗുകൾ. പിന്നെ കുറച്ചൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അത് ഏകദേശം ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സേ ഉള്ളൂ സിനിമയിൽ വരുന്നത്, അങ്ങനത്തെ ഡയലോഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിനിമ പിന്നെ വേറെ ലെവലിലോട്ട് മാറുകയാണ്. അപ്പോ എന്താ പറയാ, ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് സിനിമ കണ്ടു വന്നതിന്റെ. എന്തിനാ കുറച്ച് നാളത്തെ ഒരു ക്ഷീണം അദ്ദേഹം തീർത്തിട്ടുണ്ട്. അത് തരുൺ മൂർത്തിക്ക് തന്നെ ഇതിൽ ഒരു ഹാറ്റ്സ് ഓഫ് പറയാനുണ്ട്. അപ്പൊ സിമ്പിളായിട്ട് പറയണെങ്കിൽ കുറച്ച് നാളത്തെ ക്ഷീണം ലാലേട്ടൻ തീർത്തിട്ടുണ്ട്. ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ഫാമിലീസിനും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫാമിലി പ്രേക്ഷകർ നന്നായി കയ്യിലെടുക്കുന്ന രീതിയിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തരുൺ മൂർത്തി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തരുൺ മൂർത്തിയുടെ മുൻപത്തെ സിനിമകളിൽ നിന്ന് വേറിട്ടൊരു സിനിമയാണ്. ഒരിക്കലും അതിന്റെ ഒരു ഷെയ്ഡ് ഇതിനില്ല. ഇത് വേറെ തന്നെ ഒരു സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ പറഞ്ഞാൽ ഇതിലൊരു പോലീസ് ഓഫീസർ ഉണ്ട്, CI വന്നിട്ടുണ്ട്. ആളുടെ പേര് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷെ എവിടെ കണ്ടിട്ടുണ്ട് പുള്ളീനെ. ആള് കിടിലനാണ്. അതുപോലെ നമ്മുടെ കുതിരപ്പുകാരന്റെ മകൻ ബിനു പപ്പു, പുള്ളി ഇതിലൊരു അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടറും വളരെ വ്യത്യസ്തമായിരുന്നു. അത് പല ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗെറ്റപ്പ് തന്നെ വേറെ രീതിയിലാണ് ഇതിൽ പോലീസ് ഓഫീസർ ചെയ്തേക്കണേ. അങ്ങനെ എടുത്തു പറയണ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു സാധനം ഈ സിനിമയുടെ BGM ആണ്, മ്യൂസിക്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയ് ആണ്. ആരോ പറഞ്ഞു, ആരല്ല, മറ്റേ ദീപക് ദേവ് പറഞ്ഞു BGM ഒന്നും സിനിമയ്ക്ക് അത്ര വലിയ ഇതല്ലാന്ന്. ലൂസിഫറിലെ ഏതൊരു ടോക്കില് പുള്ളി പറഞ്ഞാണ് BGM ഒന്നും സിനിമയെ എന്താ പറയാ വിജയത്തിൽ എത്തിക്കില്ല എന്നൊക്കെ. പക്ഷെ ഇതിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം BGM സിനിമയോട് ഒത്തു ചേർന്ന് പോവുകയാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ BGM ഒരു രക്ഷയില്ല. ആ രീതിയിലാണ് സിനിമ എലിവേറ്റ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന്റെ സീനുകളായാലും ഒന്നും പറയുന്നില്ല ഞാൻ അദ്ദേഹം. കൂടുതൽ സിനിമ കാണേണ്ടവർ പോയി കാണുക. അത് കാരണം ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട സിനിമയാണ്, OTT വന്നിരുന്ന് കാണേണ്ട സിനിമയല്ല. അപ്പോ അതങ്ങനെയാണ്. അപ്പോ അതാണ് അതിന്റെ സംഭവം. അപ്പൊ അങ്ങനെയാണ്. അപ്പോ എനിക്കിപ്പോ ഇതിന്റെ റേറ്റിംഗ് ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു ലാലേട്ടൻ ആരാധകനാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോഹൻലാൽ ചിത്രം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി ഫാമിലിയോട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ടെക്നിക്കൽ സൈഡ് ആയാലും അല്ലെങ്കിൽ മറ്റ് എല്ലാ ഇതും വെച്ച് നോക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന, തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.